السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح. الله أكبر الله أكبر لا إله إلا الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير كلام كلام الله عز وجل وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട ആദർശ വിശ്വാസിനികളെ, നമ്മയെല്ലാം പഠിച്ച് തുടർന്ന് പരീക്ഷിച്ചും നിരീക്ഷിച്ചും കൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബിന്റെ കൽപ്പനകൾ അത് പരമാവധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നും ആ റബ്ബ് ഹറാമാക്കിയ കാര്യങ്ങളെ അത് പൂർണ്ണമായും അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും വസീയത്ത് ചെയ്യാൻ ഓർമ്മപ്പെടുത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം ഇന്ന് അധികം ആളുകളും വളരെ ലാഘവത്തോടെ കാണുന്ന എന്നാൽ ഇസ്ലാമിൽ ഏറെ ഗൗരവമുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ്.
നമ്മുടെ ജീവിതത്തിൽ ഈ വിഷയത്തെ അല്ലാഹു സുബ്ഹാനഹു തആല ഹലാലാക്കിയതാണ്, ജായിസാക്കിയത്, അനുവദനീയമാക്കിയതാണ്. എന്നാൽ അതിനെ ലാഘവത്തോടെ കണ്ടാൽ അത് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക്, കോപത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും അള്ളാഹുവിനോട് ശരണം തേടുമായിരുന്നതാണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ മനുഷ്യന്മാർക്കിടയിൽ നടത്തുന്ന കടമിടപാടിനെ കുറിച്ചിട്ടാണ്, കടത്തെ കുറിച്ചിട്ടാണ്. കടം വീട്ടാതെ എങ്ങാനും നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് നമ്മുടെ ജീവിതത്തിൽ ഹലാലാക്കിയതാണ്, കടം വാങ്ങുന്നത്. എന്നാൽ കടം വീട്ടാതെ എങ്ങാനും നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് വമ്പിച്ച തിന്മയിലേക്ക് ആ ഹലാൽ പരിണമിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, കടം എന്നുള്ളത് മഖ്ലൂക്കിനോടുള്ള, സൃഷ്ടികളോടുള്ള ഹഖ് നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ വീഴ്ച വരുത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരൂല. ഏതുവരെ? ആ മനുഷ്യന്മാർ നമുക്ക് പുറത്തു തരുന്ന കാലത്തോളം അല്ലാഹു നമുക്ക് പുറത്തു തരൂല, ശിർക്ക് അല്ലാത്ത വിഷയത്തിൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമുക്ക് ചെയ്തു തീർക്കാനുള്ളത് 3 ഹക്കുകളാണ്. നമ്മുടെ ജീവിതത്തിൽ ആകെ 3 ഹക്ക് നമുക്ക് നിർവഹിക്കാനുള്ളൂ, എങ്കിൽ നമ്മൾ വിജയിക്കുന്ന ആള്. ഏതൊക്കെയാണ്? ഒന്നാമത് നമ്മുടെ റബ്ബിനോടുള്ള ഹക്ക്, റബ്ബിനോടുള്ള ഇബാദത്ത് എടുത്തുകൊണ്ട് ഒരാളിലും ശിർക്ക് ചെയ്യാതെ റബ്ബിനെ ഇബാദത്ത് എടുക്കാന്നുള്ള റബ്ബിനോട് നമുക്ക് ചെയ്യാവുന്ന ഹക്ക്. രണ്ടാമത്, മൂന്നാമതും അതുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത് നഫ്സിനോട്, സ്വന്തത്തോടും. മൂന്നാമത് മഖ്ലൂക്കിനോടും, സൃഷ്ടികളോടും. അതിൽപ്പെട്ട ഒരു ഹക്കാണ് മനുഷ്യന്മാരിൽ നമ്മൾ കടം വാങ്ങിക്കഴിഞ്ഞാൽ സമയത്ത് തന്നെ അത് വീട്ടുക എന്നുള്ളത് അവർക്ക് നമ്മൾ കൊടുക്കേണ്ട അവകാശമാണ്. അതിലെങ്ങാനും നമ്മൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ വമ്പിച്ച പരാജയവും ദുരന്തമാണ് നമ്മൾ കാത്തിരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരിക്കലും മുഹമ്മദ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണീച്ചു നിന്നുകൊണ്ട് സ്വഹാബത്തൻ കൂടി ഇരിക്കുകയാണ്. അപ്പൊ പ്രവാചകൻ ആകാശത്തേക്ക് നോക്കി. അങ്ങനെ നോക്കിയതിനു ശേഷം പ്രവാചകൻ തന്റെ സ്വന്തം കൈ നെറ്റിയിൽ വെച്ചുകൊണ്ട് പറയാൻ, സുബ്ഹാനല്ലാഹ്, എത്ര പ്രയാസമേറിയ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യമാണല്ലോ ഇത് എന്ന് പറയാൻ. സ്വഹാബത്തിന് മനസ്സിലായി എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം. പിറ്റേന്ന് സ്വഹാബത്ത് പ്രവാചകനോട് ചോദിക്കാൻ, യാ റസൂലല്ലാഹ്, എന്താണ് ഇത്ര ശക്തമായിട്ടുള്ള ഒരു കാര്യം തങ്ങളുടെ നെറ്റിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ എന്താണ് ആ വിഷയം? സ്വഹാബത്ത് ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാൻ, വല്ലാഹി, അള്ളാഹുവിൽ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയാൻ, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ട് ജിഹാദ് ചെയ്ത് ഷഹീദാവാണ്. പിന്നെ ആ മനുഷ്യൻ അള്ളാഹു വീണ്ടും ജീവിതം നൽകി, വീണ്ടും അദ്ദേഹം ഷഹീദായി, വീണ്ടും അദ്ദേഹത്തെ അള്ളാഹു ജീവിപ്പിക്കാൻ, വീണ്ടും അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദാവാൻ, വീണ്ടും അള്ളാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യൻക്ക് ജീവിതം കൊടുക്കുകയാണ്. പക്ഷേ ആ സമയത്തും ആ മനുഷ്യൻക്ക് കടമുണ്ടായി കഴിഞ്ഞാൽ, കടമുള്ളത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പ്രവാചകൻ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം സ്വഹാബത്തിനെ പഠിപ്പിച്ചത്. അത്രയ്ക്കും നോക്കൂ നിങ്ങൾ, ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ സ്ഥാനം ഏതാണ്? എല്ലാ അമലുകൾക്കും ഉയർന്ന സ്ഥാനം, എല്ലാ അമലുകൾക്കും മുകളിൽ ഉയർന്ന സ്ഥാനമാണ് ജിഹാദിനുള്ളത്. ആ ജിഹാദിനെ പോലും കവച്ചു വെക്കുന്ന, അതിനെപ്പോലും തടയുന്ന ഒരു തിന്മയാണ് എന്ത്? കടം വീട്ടാതെ ഒരാൾ മരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കൂല എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും ഒരാൾക്ക് കടം ഉള്ള അവസ്ഥയിൽ മരണപ്പെട്ടാൽ ആ മനുഷ്യന്റെ നന്മകൾ നാളെ അള്ളാഹു സുബ്ഹാനഹു തആല എടുക്കുന്നുള്ളതാണ്. എടുത്ത് അയാൾ പാപ്പരാകുന്ന ഒരു അവസ്ഥ നാളെ പരലോകത്തുണ്ടാകും. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണ് കടമിടപാട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റുകൊണ്ട് സ്വഹാബത്തിനോട് പറയാൻ, തീർച്ചയായിട്ടും ജിഹാദ് എന്നുള്ളത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നുള്ളത്
ഇസ്ലാമിൽ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ പെട്ടതാണെന്ന് പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ എണീച്ചുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാനെങ്ങാനും ഇതേപോലെ ഷഹീദായി മരണപ്പെട്ടാൽ എന്റെ മുൻ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, തീർച്ചയായിട്ടും പുറത്തു തരും. എപ്പോ? നീ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നൊരവസ്ഥയിൽ, അത് മാത്രമല്ല ശത്രുക്കളെ ആ വിധത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് ഓടാതെ ഷഹീദായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിനക്ക് പുറത്തു തരും. അങ്ങനെ പ്രവാചകൻ വീണ്ടും സംസാരം തുടരുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പ്രവാചകൻ ആ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിക്കും, നീ നേരത്തെ എന്താണ് ചോദിച്ചത്? വീണ്ടും പ്രവാചകൻ ചോദിക്കുകയാണ്. ആ ചോദ്യം വീണ്ടും ആവർത്തിക്കും. ആ സ്വഹാബി, ഷഹീദായി മരണപ്പെട്ടാൽ എന്റെ തിന്മകൾ പുറത്തു തരുമെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ അതേ മറുപടി പ്രവാചകൻ പറഞ്ഞു. പക്ഷെ ഒരു വാചകം അതിൽ കൂട്ടിച്ചേർക്കുകയാണ്, കടമുള്ള അവസ്ഥ ഒഴികയാണെങ്കിൽ മാത്രം. അത് ആ വിഷയം ഇപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്ന് പറഞ്ഞതാണ്. കടമുള്ള അവസ്ഥയിലാണ് നീ ഷഹീദാകുന്നെങ്കിൽ ഒരു കാര്യമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു പുറത്തു തരൂല എന്നുള്ളത്. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ഷഹീദായ ഒരു മനുഷ്യന്റെ തിന്മകൾ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമായ ഒരു മയ്യത്തിന്റെ ജനാസ പോലും നമസ്കരിക്കാൻ വിസമ്മതിച്ചത്. എന്താ കാരണം? കടമുള്ള അവസ്ഥയിൽ അദ്ദേഹം മരണപ്പെട്ടത് കൊണ്ട്. 3 മയ്യത്തുകൾ വ്യത്യസ്ത സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമത് കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഈ മയ്യത്തിന് കടമുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നമസ്കരിച്ചു. കുറച്ചു കഴിഞ്ഞ് രണ്ടാമത് വേറൊരു മയ്യത്ത് കൊണ്ടുവരാൻ വീണ്ടും ചോദിച്ചു, ഇതിന് കടമുണ്ടോ ഈ മയ്യത്തിന്? സ്വഹാബത്ത് പറഞ്ഞു, ഉണ്ട് റസൂലുള്ളാഹ്, 3 ദിർഹമുണ്ട്. എങ്കിൽ എന്തെങ്കിലും സമ്പത്ത് ഇദ്ദേഹം വിട്ടേച്ചു പോയിട്ടുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ഉണ്ട്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിന് ജനാസ നമസ്കരിച്ചു. ആ സമ്പത്തിൽ നിന്ന് ആ കടം വീട്ടാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട്. കുറച്ചു കഴിഞ്ഞ് 3ാമത് കൊണ്ടുവരാണ്, ഈ മയ്യത്തിനുണ്ടോ കടം? സ്വഹാബത്ത് പറഞ്ഞു, ഉണ്ട് പ്രവാചകരെ, 2 ദിർഹം. എന്തെങ്കിലും വിട്ടേച്ചു പോയിട്ടുണ്ടോ ചോദിക്കുകയാണ്. ഇല്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മറുപടിയുണ്ട് സ്വഹാബത്തിനോട്, എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൂട്ടുകാരുടെ മയ്യത്ത് നിങ്ങൾ നമസ്കരിച്ചോളൂ, എന്നെ കിട്ടൂല എന്ന് പ്രവാചകൻ പറയാണ്. ആ വെറുപ്പ്, അള്ളാഹുവിനുള്ള ഈ വിഷയത്തിലുള്ള വെറുപ്പ് പ്രവാചകൻ ആ മയ്യത്തിനോട് പ്രകടിപ്പിക്കാൻ, അത് ആ മയ്യത്തിനോടുള്ള ശത്രുതയല്ല, അള്ളാഹുവിന് ഈ വിഷയത്തിലുള്ള വെറുപ്പ് ഉള്ളത് കൊണ്ട് പ്രവാചകൻ ആ വെറുപ്പ് അവിടെ പ്രകടിപ്പിച്ചു എന്ന് മാത്രം. അപ്പോഴാണ് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നുകൊണ്ട്, പ്രവാചകരെ, ആ മയ്യത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തോളാം, നിങ്ങളൊന്ന് നമസ്കരിക്കുന്നു പറഞ്ഞപ്പോൾ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിന്റെ ജനാസ നമസ്കരിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ കാരണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു മനുഷ്യനോട് നമ്മൾ കടം ചോദിക്കരുത്. ഇന്ന് എത്രയോ മുസ്ലിങ്ങൾ ഈ വിഷയത്തിൽ വളരെ ലാഘവത്തോടെ സമീപിക്കുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് കടം ചോദിക്കാൻ, വലിയ മുന്തിയ ലക്ഷറി കാറുകൾ വാങ്ങുവാനും അതേപോലെ വലിയ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്താനും വേണ്ടിയെല്ലാം മറ്റുള്ളവരോട് കടം ചോദിക്കാൻ, വലിയ വീട് വെക്കുവാൻ വേണ്ടി, ഈ അനാവശ്യമായിട്ടുള്ള സമ്പത്ത് അനാവശ്യമായിട്ട് ചിലവഴിക്കാൻ വേണ്ടി ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുവാൻ നമുക്ക് അനുവദനീയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം, ബറൂരിയായിട്ടുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള സമയത്ത് മാത്രം, ഏതുപോലെ ഒരു മനുഷ്യർക്ക് തന്റെ കുടുംബത്തിനെയും മക്കളെയും അഭയം നൽകുവാൻ വീട് വെക്കാൻ ആഗ്രഹമുണ്ട്. അവരുടെ ആവശ്യം നിർവഹിക്കുവാൻ വേണ്ടി ഒരാളോട് കടം ചോദിക്കാം. പക്ഷെ ആ കടം ചോദിക്കുന്ന സമയത്ത് പോലും ആ ആവശ്യത്തിനേക്കാൾ വലിയ വീട് വെക്കുവാൻ, വലിയ സൗകര്യമുള്ള വീട് വെക്കുവാൻ ആവശ്യമുള്ള തുക മറ്റുള്ളവരിൽ നിന്നും നമ്മൾ വാങ്ങുവാൻ പാടില്ല. ഇങ്ങനെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം നമ്മൾ കടം വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, നമ്മൾ ആവശ്യമുള്ള തുക മാത്രം മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുക. ഇപ്പോ ചെറിയൊരു വീട് വെക്കാൻ ആവശ്യമുള്ള തുകയാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തുക മാത്രം മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങുക. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
കടം വാങ്ങുന്ന സമയത്ത് ഇത് ഞാൻ തിരിച്ചു നൽകും എന്നുള്ള നിശ്ചയദാർഢ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം, ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. എങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു തആല ആ കടം വീട്ടുവാൻ നമ്മെ സഹായിക്കുള്ളൂ. അതേപോലെ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കടം വാങ്ങുന്ന സമയത്ത് അത് കൃത്യസമയത്ത് വീട്ടുവാനുള്ള ആഗ്രഹവും ഉദ്ദേശവും നമ്മുടെ മനസ്സിലുണ്ടാകണം. എങ്കിൽ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു തആല അത് കൃത്യസമയത്ത് വീട്ടുവാൻ നമ്മെ സഹായിക്കുള്ളൂ. പ്രവാചകൻ പറയാൻ, ആരെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുമ്പോൾ അത് ഞാൻ തിരികെ നൽകും എന്ന ഉദ്ദേശത്തോടെ ആരെങ്കിലും കടം വാങ്ങുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കടത്തെ വീട്ടുവാൻ അവനെ സഹായിക്കുന്നതാണ്. ഇനി ആരെങ്കിലും ആ ഒരു ഉദ്ദേശമില്ലാതെ, തിരിച്ചു കൊടുക്കുമെന്നുള്ള ഉദ്ദേശമില്ലാതെ കടം വാങ്ങുന്ന അവസ്ഥയുണ്ടെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ തകർത്തു കളയുന്നതാണ്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ ചില ആളുകൾ കഴിവുണ്ടായിട്ടും കടമുള്ള അവസ്ഥയിൽ മരിക്കാൻ ഇടയാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പരീക്ഷണമായിട്ട്, ഒരു ശിക്ഷയായിട്ടാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിവുണ്ടായിട്ടും കടം വീട്ടാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വമ്പിച്ച തിന്മയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾ വിളിക്കും, ഇന്ന് ഇത്ര സംഖ്യ ഒന്ന് തിരിക്കാൻ തരും, അല്ലെങ്കിൽ റോള് ചെയ്യാൻ തരും. എന്താണ് തിരിക്കലും? അത് കടാണ്. കടത്തിന്റെ എന്ത് പേരിട്ട് കഴിഞ്ഞാലും കടമായിട്ടാണ് ഒരാളിൽ നിന്ന് നമ്മൾ പണം വാങ്ങുന്നത്. അത് സമയത്തിനുള്ളിൽ അത് തിരിച്ചു നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ് ആയത്തുദ്ദൈൻ. കടവുമായി ബന്ധപ്പെട്ടാണ്. കടം വാങ്ങുന്ന സമയത്ത് അതിന് ചില ഷർത്തുകളുണ്ട്. അത് സുന്നത്താണ്. എഴുതി വെക്കുക, അതേപോലെ 2 സാക്ഷികളെ വെക്കുക, എഴുത്തുകാരനെ വെക്കുക, ഇങ്ങനെ തുടങ്ങിയ 5 ആളുകൾ ഉള്ള സമയത്താണ് കടം വാങ്ങുകയും അത് ആ രൂപത്തിൽ എഴുതി വെക്കുകയും നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ആരെങ്കിലുമൊക്കെ നമുക്ക് വിളിക്കുമ്പോ അവരോട് പറയാം, ഇസ്ലാമിൽ ഒരു സുന്നത്താണ് ഇത് എഴുതി വെക്കുക. 2 സാക്ഷികൾ മുഖേന, ഒരു എഴുത്തുകാരൻ മുഖേന ഈ കടമിടപാട് എഴുതി വെക്കാൻ താങ്കൾ തയ്യാറാണെങ്കിൽ ഞാൻ ഈ പണം ഞാൻ തരാമെന്ന് അവരോട് പറയാം. ആ സമയത്ത് അവർക്ക് മനുഷ്യന്മാര് പേടുണ്ടെങ്കിൽ അവര് ഒരുപക്ഷെ അതിന് മുതിരൂല. അതിന് നമുക്ക് മനസ്സിലാക്കാം എന്ത്, ആ കടം തിരികെ നൽകാൻ അവർക്ക് ഉദ്ദേശമില്ല എന്നുള്ളത്. എന്നാൽ അള്ളാഹുവിനെ പേടിക്കുന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഈ ഷർത്ത്, ഈ അഗ്രിമെന്റ് എഴുതാൻ അവൻ തയ്യാറാവും. അപ്പൊ ആ രൂപത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ 3 കാര്യങ്ങൾ, ഒന്ന് തിരികെ നൽകുമെന്ന ഉദ്ദേശത്തോടു കൂടെ വാങ്ങുക, രണ്ടാമത് സമയത്ത് തിരിച്ചു നൽകുമെന്നുള്ള ഉദ്ദേശം, മൂന്നാമത് ആവശ്യമുള്ള, നമുക്ക് എന്താണോ ആവശ്യം ആ തുക മാത്രം വാങ്ങുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു കടം വാങ്ങിയ ഒരു മനുഷ്യന്റെ മനോഹരമായിട്ടുള്ള കഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ ബനു ഇസ്രായേൽപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്ത് ഒരു നാട്ടിലെത്തി. പക്ഷെ തിരികെ വീട്ടിലേക്ക് പോകാൻ അയാൾക്ക് കയ്യിൽ പണമില്ല. അങ്ങനെ കടം വാങ്ങേണ്ട അത്യാവശ്യ സന്ദർഭം എത്തിയപ്പോ ആ നാട്ടിലുള്ള ഒരു മനുഷ്യനോട് അയാൾ കടം ചോദിക്കണം 1000 ദീനാർ. അങ്ങനെ ആ നാട്ടുകാരൻ അത് കൊടുക്കാൻ തയ്യാറാവാണ്. ആ സമയത്ത് അദ്ദേഹം ഇയാളോട് ചോദിക്കുകയാണ്, ആരാണ് ഈ കടമിടപാടിന് സാക്ഷി? അപ്പൊ ഈ മനുഷ്യൻ പറയാൻ, ഈ നാട്ടിൽ എനിക്ക് ഒരാളെയും പരിചയമില്ല, അതുകൊണ്ട് അള്ളാഹുവാണ് എന്റെ സാക്ഷി. വീണ്ടും മറ്റേ മനുഷ്യൻ ചോദിക്കുകയാണ്, ആരാണ് ഇതിന് ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നത്? ആ മനുഷ്യൻ വീണ്ടും പറയാണ്, അള്ളാഹുവാണ് എന്റെ ഉറപ്പ്, അള്ളാഹുവാണ് ഈ കടമിടപാടിന് ഗ്യാരണ്ടി ആയിട്ട് ഞാൻ നിർത്തുന്നത്. അതുകൊണ്ട് ഇത് കേട്ടപ്പോ ആ മനുഷ്യൻ തയ്യാറാവാണ് കടം കൊടുക്കാൻ. 1000 ദീനാർ അദ്ദേഹത്തിന് കടം കൊടുത്തു. അത് വാങ്ങി അദ്ദേഹം നാട്ടിലേക്ക് പോവാൻ. കടലുകളൊക്കെ താണ്ടി അദ്ദേഹം നാട്ടിലേക്ക് പോവാൻ. അങ്ങനെ കടം തിരിച്ചു നൽകേണ്ട സമയമായപ്പോൾ ഈ 1000 ദീനാറുമായി അദ്ദേഹം യാത്ര ചെയ്യാൻ പുറപ്പെടുകയാണ്. അങ്ങനെ കടൽ തീരത്തെത്തിയപ്പോ താൻ യാത്ര ചെയ്യേണ്ട ബോട്ട് അവിടെ കാണാനില്ല. അദ്ദേഹം ഏറെ പ്രയാസത്തിലായി. ഇനി എന്താണ് ചെയ്യാം? അള്ളാഹുവിനെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ടാണ് ഈ കടം വാങ്ങിയത്. അപ്പൊ അദ്ദേഹത്തിന് ഏറെ പ്രയാസവും സങ്കടമായി. പക്ഷെ അദ്ദേഹം ചെയ്തത്, ഒരു നീളമുള്ള ഒരു മരക്കഷ്ണം എടുത്തിട്ട് അതിൽ തുളയുണ്ടാക്കി ആ പണം അതിൽ നിക്ഷേപിച്ച് കടലിലേക്ക് ഒഴിക്കണം ചെയ്യുന്നത്. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ, റബ്ബേ നിന്നെ സാക്ഷിയാക്കിയാണ്, നിന്നെ ഉറപ്പാക്കിയിട്ടാണ് നാഥാ ഞാൻ ഈ കടം വാങ്ങിയത്. റബ്ബേ ഇതിന്റെ ഉടമസ്ഥനെ നാഥാ, ഈ ഉടമസ്ഥനെ ഈ സമ്പത്തിനെ തിരിച്ചേൽപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ മരക്കഷ്ണം കടലിലേക്ക് ഒഴിക്കുകയാണ്. അതിന് മറുവശം എന്നിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥയാണ്, ബുഖാരിയിൽ വന്ന സ്വഹീഹായ ഹദീസാണ്. എന്നിട്ട് ആ മനുഷ്യൻ
വീട്ടിലേക്ക് പോയി മറുവശത്ത് ആ കടം കൊടുത്ത ആൾ ഇദ്ദേഹത്തെ വെയിറ്റ് ചെയ്യാം. ആ കടൽ തീരത്ത് അദ്ദേഹത്തെ സമയത്ത് കാണാതെ വന്നപ്പോൾ ഇയാൾ നിരാശനായി. അങ്ങനെ ഇയാൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ കിടന്നിരുന്ന ചില വിറകുകൾ എടുത്തുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് പോവാൻ, വിറക് കത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീട്ടിലെത്തി അദ്ദേഹം ആ വിറക് കത്തിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ മെസ്സേജ് അടങ്ങിയ, ഈ കത്തടങ്ങിയ ആ സമ്പത്ത്, ആ 1000 ദീനാർ ഇയാൾക്ക് കിട്ടുകയാണ്. അതിന് മറുവശത്ത് ആ കടം വാങ്ങിയ മനുഷ്യൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഭാര്യയോട് പറഞ്ഞു. അപ്പൊ ഭാര്യ പറഞ്ഞു, ഒരു പക്ഷേ ആ ദീനാർ അയാളുടെ കയ്യിൽ എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കാം, അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത ആഴ്ച കപ്പലിൽ കയറി അദ്ദേഹത്തിന് അടുത്തേക്ക് പോയി നിങ്ങൾ ആ പണം തിരികെ നൽകണമെന്ന് പറഞ്ഞപ്പോ അടുത്ത ആഴ്ച അദ്ദേഹം യാത്ര ചെയ്യാൻ ആ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട്, ഈ സമ്പത്ത് തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ യാത്ര ചെയ്തു. അയാളുടെ അടുത്തെത്തി. ആദ്യമായിട്ട് അദ്ദേഹം ക്ഷമ നടത്തുകയാണ്, ഇത്രയും സമയം വൈകിയതിൽ. എന്നിട്ട് അദ്ദേഹം ആ പണം അദ്ദേഹത്തിന് തിരികെ കൊടുക്കാൻ ഒരുങ്ങിയപ്പോ ആ മനുഷ്യൻ പറയാൻ, കടം കൊടുത്ത മനുഷ്യൻ പറയാം, എനിക്ക് നിങ്ങൾ അയച്ച കത്തോടുകൂടി കിട്ടിയ ആ സമ്പത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോ ഈ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ശുക്റിന്റെ സുജൂദ് ചെയ്യാൻ, എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഈ കടം ഞാൻ വാങ്ങിയത്, അള്ളാഹുവിനെ ഗ്യാരണ്ടി ആക്കിക്കൊണ്ടാണ് ഈ കടം വാങ്ങിയത്, അതുകൊണ്ട് ഇതാ ആ റബ്ബി എന്റെ കടമിടപാട് നടത്താൻ സഹായിച്ചിരിക്കുന്നു എന്ന് പറയാണ്. നോക്ക് നിങ്ങൾ, ഈ ഉദ്ദേശത്തോടെ നമ്മൾ കടം വാങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹു എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരാളിൽ നമ്മൾ തുക വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റബ്ബിന്റെ സഹായം നമ്മളിൽ ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസവും അതേപോലെ തന്നെ തവക്കുൽ നമ്മളിൽ ഉണ്ടാകണം പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ. അതുകൊണ്ട് ഈ കടമിടപാടിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ഈ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത്യാവശ്യ ഘട്ടം വരുമ്പോൾ മാത്രം ഒരു മനുഷ്യനിൽ നിന്ന് കടം വാങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് കടം വാങ്ങുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കടം കൊടുക്കുന്ന വ്യക്തി അത് അള്ളാഹുവിന്റെ നന്മ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം കടം കൊടുക്കേണ്ടത്. ഇയാൾ ചോദിച്ചല്ലോ, ഇപ്പൊ എന്താണ് ചെയ്യുക എന്നുള്ള മോശമുള്ള ചിന്ത കൊണ്ടൊരിക്കലും ഒരാൾക്കും കടം കൊടുക്കരുത്. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്യാം, മറ്റുള്ളവരെ സഹായിക്കാം. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയെ പേടിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു തന്ന മഖ്ലൂക്കിനോടുള്ള ഹക്കുകൾ നിർവഹിക്കണമെന്നുള്ള ആ റബ്ബിന്റെ കൽപ്പന നിർവഹിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രൂപത്തിൽ ഒരാളോടും 1 രൂപ കടമില്ലാതെ മരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വജമീഅ സായിറൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കൽപ്പനകൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നും അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ അതങ്ങനെ തന്നെ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണം എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്താൻ വസിയത്ത് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, കടത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കടമില്ലാതെ മരിക്കുവാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കേണ്ടത്. കടത്തിന്റെ പ്രയാസത്തിൽ നിന്ന് കരകയറുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കേണ്ടതുണ്ട്. ഒരിക്കൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. ജമാഅത്ത് അല്ലാത്ത ഒരു സമയത്ത് അദ്ദേഹം ഒറ്റയ്ക്കിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ കണ്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചു, എന്താണ് അബൂ ഉമാമ, താങ്കൾ ജമാഅത്തിന്റെ സമയത്ത് മാത്രമാണല്ലോ പള്ളിയിൽ കാണാറ്, എന്താണ് ഈ സമയത്ത് ഇപ്പോ ഇവിടെ? അബൂ ഉമാമ പറയാണ്, എനിക്ക് കുറച്ച് സങ്കടങ്ങളുണ്ട്, അതോടൊപ്പം കുറച്ച് കടങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് റബ്ബിനോട് ഏറ്റി പറയാൻ വേണ്ടിട്ട് അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പൊ പ്രവാചകൻ അങ്ങോട്ട് ചോദിച്ചു, എങ്കിൽ നിങ്ങളുടെ ഈ പ്രയാസങ്ങളും കടങ്ങളൊക്കെ തീർക്കുവാൻ, അത് നീങ്ങിപ്പോകുവാൻ ചില വാചകങ്ങൾ രാവിലെയും വൈകുന്നേരം ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴൊക്കെ ചെല്ലുവാൻ ആവശ്യമുള്ള ചില വാചകങ്ങൾ ചൊല്ലി തരട്ടെയോ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞപ്പോ ബലാ യാ റസൂലുള്ളാഹ്, തീർച്ചയായും. ആ സ്വഹാബി പറയാൻ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന, മനോഹരമായിട്ടൊരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്.
അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. പടച്ചോനെ, പ്രയാസങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും അതാ നീ എനിക്ക് രക്ഷ നൽകണമേ. അതിൽ നിന്ന് ശരണം നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. ദുർബലതയിൽ നിന്ന് മടിയിൽ നിന്ന് നാദാ നിന്നോട് രക്ഷ തേടുന്നു. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. അതേപോലെ തന്നെ അശക്തതയിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും നാദാ നിന്നോട് രക്ഷ തേടാൻ. വഅഊദു ബിക മിനൽ ഖൽബത്തി ദൈൻ. ദൈനിന്റെ അതേപോലെ കടത്തിന്റെ പ്രയാസത്തിൽ നിന്നും വഖഹ്റുർ റിജാൽ. മനുഷ്യന്മാരുടെ അപമാനത്തിൽ നിന്നും നാദാ നിന്നോട് ശരണം തേടാൻ. ഈ മനോഹരമായിട്ടുള്ള പ്രാർത്ഥന ആ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അത് നിറവേറ്റാൻ എല്ലാ ദിവസവും ആ സ്വഹാബി എന്നിട്ട് പറയാൻ, അത് പറഞ്ഞ ഈ പ്രാർത്ഥന അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോ എന്റെ എല്ലാ സങ്കടങ്ങളും കടങ്ങളും നീങ്ങിപ്പോയി എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ആ പ്രവാചകന്റെ ആ ചോദ്യം നമ്മോടാണ്. ആ പഠിപ്പിച്ചു തരട്ടെയോ നിങ്ങളുടെ സങ്കടങ്ങളും കടങ്ങളൊക്കെ നീങ്ങിപ്പോകുവാൻ? അതിന്റെ ഉത്തരമായിട്ടാണ് ഈ പ്രവാചകൻ ഈ പഠിപ്പിച്ച പ്രാർത്ഥന. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ പ്രാർത്ഥന ഹിഫ്ളാക്കിക്കൊണ്ട് രാവിലെയും വൈകുന്നേരം ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗൽബത്തി ദൈൻ വഖഹ്ർ റിജാൽ. ഈ രൂപത്തിൽ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മക്കളെല്ലാം വെക്കേഷനിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ മക്കളുടെ ഒഴിവ് സമയം ഏറ്റവും ഫലപ്രദമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുവാൻ രക്ഷിതാക്കളിൽ നിന്നേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ ആരോഗ്യവും സമയവും നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് പോലെ നമ്മുടെ മക്കളുടെ ഒഴിവ് സമയവും ആരോഗ്യവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, അതില്ല എന്നുണ്ടെങ്കിൽ പരലോകത്ത് നമ്മളും നമ്മുടെ മക്കളും വമ്പിച്ച നഷ്ടത്തിന് ഇടയാകും. 5 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരാളും നാളെ പരലോകത്ത് ഒരു കാലടി അണക്കാൻ നമുക്ക് സാധിക്കൂല. അതിൽ ഏറ്റവും പ്രധാനം ഏതാണ്? നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ള ചോദ്യമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹവും അതോടൊപ്പം പരീക്ഷണമാണ്, അമാനത്താണ്. എന്താണ് അമാനത്ത് എന്ന് പറഞ്ഞാൽ? അഭയം, സുരക്ഷ. എന്തിനുള്ള സുരക്ഷ? നരകം എന്നുള്ള വലിയ അപകടത്തിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ഈ ഒഴിവ് സമയം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതെ അള്ളാഹുവിന് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ ഉപയോഗപ്പെടുത്തും. ഫോണിന്റെ സ്ക്രീൻ നിയന്ത്രണമൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാകണം. പല രാജ്യങ്ങളൊക്കെ 16 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പാടില്ല എന്നുള്ള ചില നിയമങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. എന്താ കാരണം? അവർക്ക് പോലും മനസ്സിലായിട്ടുണ്ട് ഇതിന്റെ ഭവിഷ്യത്തും ഫിത്നയും പരീക്ഷണങ്ങളൊക്കെ. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മുടെ മക്കൾക്ക് അവരുടെ പക്വത എത്തുന്നത് വരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക, പാരന്റിങ് എന്ന നിലയ്ക്കും. അതേപോലെ തന്നെ പാരന്റ് കൺട്രോൾ, അതായത് ഗൂഗിൾ ഫാമിലി ലിങ്ക് പോലുള്ള പാരന്റ് കൺട്രോൾ ആപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ നമ്മൾ നിരീക്ഷിക്കണം. അത് നിരീക്ഷിക്കുമ്പോൾ മക്കൾ വിചാരിക്കരുത് ഇത് നമ്മുടെ എന്താ ഉമ്മയും ഉപ്പയൊക്കെ എന്റെ വ്യക്തിഗത സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ നിരീക്ഷിക്കണമെന്ന് ഒരിക്കലും ഒരു മക്കളും വിചാരിക്കരുത്. അത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ് അവരെ നിരീക്ഷിക്കുകയും ആ രൂപത്തിൽ വളർത്തുക എന്നുള്ളത്. അതുകൊണ്ട് ഈ രൂപത്തിൽ നമ്മുടെ അശ്ലീല ഉള്ളടക്കം അടങ്ങിയിട്ടുള്ള എല്ലാ കണ്ടന്റുകളും സൈറ്റുകളും നമ്മുടെ മക്കളിൽ നിന്നും ഒഴിവാക്കി നിർത്തുക. ആ സമയത്ത് ക്രിയാത്മകമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കണം. നമ്മുടെ തൊട്ടടുത്തുള്ള നല്ല വായനശാലകൾ, അതേപോലെ തന്നെ നല്ല പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ സംഘടന സ്റ്റുഡൻസ്, വിസ്ഡം സ്റ്റുഡൻസ് ഒരുക്കുന്ന സമ്മറൈസ് മോറൽ ക്യാമ്പ് പോലെയുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രോഗ്രാമുകളിൽ നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ സ്വയം മാതൃകയാവുക, നമ്മുടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. കാരണം എന്താ? കുട്ടികളുടെ കണ്ണുകൾ രക്ഷിതാക്കളെയാണ് പിന്തുടരുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആ രൂപത്തിൽ അവർ ചെയ്യും. അപ്പൊ ഫോണൊക്കെ മാറ്റി നിർത്തുന്ന പറയുമ്പോൾ നമ്മുടെ ഫോണിന്റെ ഉപയോഗമൊക്കെ കുറച്ച് അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവണം. നല്ലൊരു അവധിക്കാല പ്ലാനിങ് നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകാം. ഈ രൂപത്തിൽ നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ താല്പര്യം നേടിയെടുക്കുവാൻ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാം ഖുതുബിൽ സൂചിപ്പിച്ച കടത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ജീവിതത്തിൽ ഇടപെടുന്ന സമയത്ത് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരു രൂപ ഒരാൾക്കും കൊടുക്കാത്ത അവസ്ഥയിൽ മരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, അവരുടെ എല്ലാം ഖബറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുകയും അവരെയും നമ്മയും എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസ് നാളെ പ്രവാചകന്റെ കൂടെ കഴിയുവാനുള്ള അവസരം നാഥാ നീ നൽകി അനുഗ്രഹിക്കണമേ. أقول قولي هذا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم مقلب القلوب ثبت قلوبنا على دينك يا رب العالمين. اللهم اصرف عنا عذاب جهنم إن عذابها كان غراما. اللهم أعز الإسلام والمسلمين. اللهم أذل الشرك والمشركين. اللهم وحد صفوف المسلمين. اللهم احفظ المسلمين في كل مكان يا رب العالمين. آمين آمين رحمك رحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. وآخر دعوانا أن الحمد لله رب العالمين.